ഹായ് വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ പുഡിംഗ് ആയിട്ടുള്ള മുഹല്ലബി ആണ്. അപ്പോൾ മുഹല്ലബിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ശരിക്കും അവർ അറബിക് പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ വളരെ പേര് പോലെയൊന്നല്ല, ശരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ റെസിപ്പിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല എക്സാമ്പിളാണ്. അത്രയധികം സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഞാനിന്ന് 3 ലെയേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് വരുന്ന ലെയർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഞാനിന്ന് ഇതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിന് പകരം വേണമെങ്കിൽ സ്ട്രോബെറി യൂസ് ചെയ്യാം. ഇനി ഈ ലെയേഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ മിൽക്ക് പുഡിംഗ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് കോൺഫ്ലോർ ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കോൺഫ്ലോർ കയ്യിലില്ല എന്നാണ്, കോൺഫ്ലോറോ കോൺസ്റ്റാർച്ചോ അതല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് മിൽക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ മാത്രമുള്ള അളവിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് നോക്കുക. അതാണ് കൂടുതൽ ഒഴിച്ച് ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കോൺഫ്ലോറിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫസ്റ്റ് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്കെന്ന് പറയുന്നത് 250 ml പാലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നില്ല എന്നാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇനി ഈ പാലൊന്ന് നമുക്ക് തിളക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കോൺഫ്ലോറിന്റെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകുന്നത് പോലെ ആകും. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഇടുക തന്നെയായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചേർത്തിട്ട് കണ്ടില്ലേ, വളരെ കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചൂടോട് കൂടി തന്നെ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണിനടുത്ത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഇതിൻ്റെ പാകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിതിങ്ങനെ കയ്യിൽ ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് തിക്കായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് കട്ടയൊന്നും വരാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ എടുത്ത് ഓറഞ്ചിന്റെ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് എസൻസ് കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇനി റോസ് വാട്ടറും ഓറഞ്ച് എസൻസ് രണ്ടും കയ്യിലില്ല എന്നാണെങ്കിൽ വാനില എസൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓറഞ്ചിന്റെ തന്നെ ഒരു ഫ്ലേവറിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഓറഞ്ചിന്റെ എസൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലോ ഏതോ ബൗളാണോ അതിനകത്തോട്ടേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ബൗളിന്റെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. അതിന്റെ ഒരു പകുതി ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഏകദേശം കണ്ടില്ല ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് ഒന്ന് കുറച്ച് ഗ്ലാസ്സിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറിയൊരു ബൗളിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, നിങ്ങൾ ഈ ഏകദേശം ഈ ഒരു അളവിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിൽ വരുന്നത് വരെ നമുക്ക് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അങ്ങ് കട്ട പിടിച്ചതുപോലെ ആകും.
ഇതുപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. കൂടുതൽ നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓറഞ്ച് കളർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എസൻസ് വേണമെങ്കിൽ ഓറഞ്ച് എസൻസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കളറും എസൻസും ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത്, കാരണം നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഓൾറെഡി എസൻസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി തിക്കായിട്ടുള്ള ഒരു ലെയറിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു തിൻ ലെയർ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് നമുക്ക് ശരിക്കും ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബൗളിൽ ഇതുപോലെ സെക്കൻഡ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നട്ട്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ മുകൾ ഭാഗത്ത് ചേർത്ത് കൊടുക്കുന്ന നട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ വാൾനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബദാം പരിപ്പോ അണ്ടിപ്പരിപ്പോ അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതേപോലെ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അതിന്റെ അടുത്തായിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. അടുത്തത് നമ്മുടെ നോമ്പുതുറയിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഈന്തപ്പഴം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ അതും ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അതേപോലെ തന്നെ ഗ്ലാസ്സിൽ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബൗളും ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പൊ 2 മണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുഹല്ലബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും വളരെ സിമ്പിളുമാണ്, അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. നോമ്പ് തുറക്കാർക്ക് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.